ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്ന് പറഞ്ഞ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ആര് കാണണമെങ്കിലും ഒന്ന് ലൈക്ക് അടിക്കണേ. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലും പറയണം കേട്ടോ. സ്കിപ്പ് ചെയ്യാതെ കാണണം, എന്നാലേ ഉള്ളൂ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു വരുമാനം ഇതൊന്ന് കിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്ന ഒരു വരുമാനം പ്രതീക്ഷിച്ചിട്ടാണ്. അപ്പോൾ ഫസ്റ്റിലെ നോമ്പ് അൽഹംദുലില്ലാഹ് തുറന്നിട്ട്, അപ്പോൾ ആ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയ കാര്യങ്ങളൊക്കെ കേട്ടോ ഞങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. അപ്പം നമ്മൾ വൈറ്റിയിൽ നിന്ന്, അതായത് യൂട്യൂബ് ചാനലിൽ നമുക്ക് നോമ്പിന് പിന്നെ നല്ല രീതിയിൽ നോമ്പ് തുറക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരാളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ആളെ പേര് പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കും ആളറിയില്ല. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിലാണ് പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവൾ അയച്ചു തന്നിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുപോലെ എൻ്റെ ഉമ്മ കേട്ടോ ഒക്കെ അതേപോലെ ഞങ്ങൾക്ക് നോമ്പിന് ഒരു കിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ എപ്പോഴും ഞാൻ മനസ്സിൽ നിസ്കരിക്കുമ്പോഴോ ഓടുമ്പോഴൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടാട്ടോ ഈ കാര്യങ്ങളൊക്കെ. പക്ഷേ നമുക്ക് സാമ്പത്തികമായിട്ട് വല്ല കഴിവില്ലാത്തതിനോണ്ട് ഇങ്ങനെയൊക്കെ ഓരോരുത്തരെ ഹെൽപ്പ് ചെയ്യുമ്പോൾ വല്ലാത്ത സന്തോഷം തന്നെ കേട്ടോ. ഇന്നിപ്പോൾ ഒരു ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ ഞങ്ങളിതൊന്നും ഉണ്ടാക്കുകയൊന്നുമില്ല. എന്താണോ ഉള്ളത് അതിനനുസരിച്ച് ഞങ്ങളങ്ങനെ കഴിക്കുമായിരുന്നു. പക്ഷെ പഠിച്ചോന് നമ്മൾ ദുആ ചെയ്യുന്നതിനനുസരിച്ച് പഠിച്ചോ നമുക്ക് അതിൽ ഹയർ തരുമെന്ന് വിശ്വസിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. അപ്പം അതുകൊണ്ട് തന്നെ പഠിച്ച റബ്ബ് അവരൊക്കെ മനസ്സിൽ തോന്നിപ്പിച്ചിട്ട് ഞങ്ങൾക്ക് തന്നു. അപ്പോൾ അവർക്ക് പഠിച്ചോന് അവരെ എന്ത് ഹലാലായ മുറാദുകളും പഠിച്ചോന് സാധിപ്പിച്ചു കൊടുക്കട്ടെ. എപ്പോഴും അവരൊക്കെ ദുആയിലുണ്ടാവും കേട്ടോ. ഭയങ്കര സന്തോഷമാണ് എൻ്റെ മക്കൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ. അതൊക്കെ അവർ തന്നിട്ടാണല്ലോ ഉണ്ടാക്കാൻ പറ്റിയെന്നുള്ള ഒരു സന്തോഷം എപ്പോഴും, ഒരു പ്രാർത്ഥന എപ്പോഴും മനസ്സിലുണ്ടാവും കേട്ടോ. ഓതുമ്പോഴും നിസ്കരിക്കുമ്പോഴൊക്കെ അവർ ഉള്ളിൽ ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും അവർക്ക് വേണ്ടിയിട്ടും ദുആ ചെയ്യണം കേട്ടോ. നമുക്ക് ഹെൽപ്പ് ചെയ്ത് ഇതുപോലെ ആയിരുന്നു. വാഴക്കാട് നിൽക്കുമ്പം ഒരുപാട് അവിടുത്തെ അയൽവാസികൾ ഒരുപാട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടാണ് ഞങ്ങളും ജീവിച്ചു പോകുന്നുണ്ടായിരുന്നത്. ഇപ്പോൾ എനിക്ക് യൂട്യൂബിൽ കൂടെയാണ് ഒരുപാട് ആൾക്കാർ സഹായിക്കുന്നത്. അന്ന് എന്നെ അവിടുത്തെ നാട്ടുകാരായിരുന്നു സഹായിച്ചിരുന്നത്. അപ്പോൾ അന്ന് സഹായിച്ചവർ ഞാൻ എൻ്റെ ദുആയിൽ എപ്പോഴും ഉൾപ്പെടുത്തലുണ്ട്. നമുക്ക് ഒരു കാര്യം നമ്മൾ മറ്റുള്ള ആൾക്കാർ ചെയ്താൽ നമ്മൾ മറക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ചെറിയ ഉപകാരം ചെയ്ത ആൾക്കാരെ പോലും ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ ഓർക്കാറുണ്ട്. എൻ്റെ മക്കളോട് എപ്പോഴും ഞാൻ പറയും, നിങ്ങൾ നിസ്കരിക്കുമ്പോൾ നിങ്ങൾ ദുആ ചെയ്യണം കേട്ടോ മക്കളേന്ന്. അപ്പോൾ ഞങ്ങൾ ബീഫ് വാങ്ങിയിട്ട് ബീഫിൻ്റെ സമൂസ ഉണ്ടാക്കി. നിങ്ങൾ കണ്ടല്ലോ അല്ലേ വീഡിയോയിൽ. പിന്നെ ഞങ്ങളിതാ നൈസ് പത്തിരി ഉണ്ടാക്കി. പത്തിരി അധികവും ഞങ്ങൾ നോമ്പിന് ഉണ്ടാക്കും കേട്ടോ. പിന്നെ ഞങ്ങൾ ഈ പത്തിരി ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ പറയുന്നുണ്ടായിരുന്നു, നാളെ നമുക്ക് പുട്ടുണ്ടാക്കാം, ഓരോ ദിവസം ഒന്ന് ഉണ്ടാക്കാം ഇൻഷാ അല്ലാഹ്. ഏതായാലും ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കി ആക്കാന്ന് നമുക്ക് ഇഷ്ടമില്ലാത്തതിനോണ്ട് ഒരു പലഹാരം ഉണ്ടാക്കി. ഒരു ദിവസം ഒരു പലഹാരം ഉണ്ടാക്കുക. മക്കളൊക്കെ നോമ്പ് വിൽക്കുന്നതല്ലേ. അപ്പോൾ പത്തിരി ലളിതമായിട്ട് എന്നാലോ ഒന്നിനും കുറവില്ലാത്ത രീതിയിലാട്ടോ. ഒരു വത്തക്കി വാങ്ങി അതിനോട് ജ്യൂസ് അടിച്ച് പിന്നെ തരിക്കഞ്ഞി ഉണ്ടാക്കി. പത്തിരിയും ബീഫ് കറിയും സമൂസയും കേട്ടോ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ് 100 വട്ടം അൽഹംദുലില്ലാഹ് പറഞ്ഞാലും തീരൂല. എന്നുവെച്ചാൽ ഇങ്ങനെ നമുക്ക് ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെ ഈ ഒരു റമദാനിൽ ഇങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുമെന്ന് ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ലായിരുന്നു. എന്തായാലും പഠിച്ചവൻ്റെ കളാ മറ്റുള്ളവരെ മനസ്സിൽ തോന്നിപ്പിക്കുകയും ചെയ്യുമ്പോൾ നമ്മളിലേക്ക് എത്തിച്ചു തന്നു. ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ആ കിറ്റ് തന്ന ആ ഒരു സംഘടനയ്ക്കും പഠിച്ചവനെ ഹൈറാക്കട്ടെ. പൈസ തന്ന് സഹായിച്ച ആ ഒരു വ്യക്തി ഏതാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ആ ഒരു വ്യക്തിക്കും പഠിച്ചവനെ ഹൈറ് ചൊരിയട്ടെ. അതേപോലെ എൻ്റെ ഉമ്മ കേട്ടോ, ഉമ്മയും അതുപോലെ നോമ്പിലേക്ക്
ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പറഞ്ഞിട്ട് ഉമ്മയും അതുപോലെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉമ്മാക്കും ഇവർക്കൊക്കെ വേണ്ടിയിട്ടും അതുപോലെ പണ്ട് എന്നെ സഹായിച്ച എല്ലാ വ്യക്തികളെയും ഈ റമദാനിൽ ഞാൻ ഓർക്കുക. അവർക്കൊക്കെ ഹൈർ ഇനിയും പഠിച്ചും പ്രദാനം ചെയ്യട്ടെ. അപ്പോൾ എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം കേട്ടോ. അപ്പോൾ മക്കൾ ഒരുപാട് തവണ ഒരു 11 മണി രാവിലെ 11 മണി മുതൽ എല്ലാവരും നോമ്പിട്ടുണ്ട്. ചെറിയ മോനല്ലാത്ത എല്ലാവരും നോമ്പിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3 മക്കളും, അനിയത്തിൻ്റെ മോളും എൻ്റെ 2 മക്കളും. ഉമ്മ എപ്പോഴാ അമ്മ ഇനി എത്ര സമയമുണ്ട് ഉമ്മ ബാങ്ക് കൊടുക്കാൻ, ഇനി എത്ര ബാങ്കുണ്ട് ഉമ്മ? പണ്ട് ഞങ്ങളെ ഓർത്തു പോയിട്ടോ. എന്താ വെച്ചാൽ പണ്ട് ഞങ്ങളെ അമ്മനോട് ചോദിക്കുമായിരുന്നു, ഉമ്മ ബാങ്ക് കൊടുക്കാനായോ, എപ്പോഴാണ് ബാങ്ക് കൊടുക്കുക, സമയമാവാനായോ, ഇനി എത്ര സമയം ഉണ്ടായിരുന്നു? സമയം നോക്കാൻ അറിയില്ലായിരുന്നു ഇവരെ പോലെ തന്നെ. എന്നിട്ട് ഇവർക്ക് സമയം നോക്കാനൊക്കെ അപ്പോൾ ഇവരിങ്ങനെ ഏകദേശം ഇങ്ങനെ ഓരോ ടൈമിനും ഇങ്ങനെ ചോദിക്കുമായിരുന്നു. ക്ഷീണിച്ചിട്ട് 3 ആളും നാളെ ഞങ്ങൾ നോമ്പ് നോൽക്കില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് നോമ്പ് നോൽക്കാൻ പറ്റണില്ല അമ്മ എന്നൊക്കെ. അപ്പോൾ ഞങ്ങളൊക്കെ നോമ്പ് തുറന്ന് പിന്നെയും നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഓത്തിലേക്ക് നിന്ന് അതോ ഒന്നെങ്കിൽ തീർക്കണം എന്നുള്ളൊരാഗ്രഹത്തിലാട്ടോ. ഒരുപാട് ആൾക്കാർ 1, 2, 3 ഒക്കെ തീർക്കുന്നവരുണ്ട്. പക്ഷെ എനിക്ക് ഒന്നെങ്കിൽ തീർക്കാൻ പറ്റണേ എന്നുള്ള പ്രാർത്ഥനയിലാണ് ഞാൻ. അപ്പോൾ ഏതായാലും ഹത്തോ ഫസ്റ്റത്തെ നോമ്പിന് തന്നെ ഓതാൻ തുടങ്ങിയിട്ടുണ്ട്. ലാസ്റ്റ് നോമ്പ് വരെ ഞാൻ വീഡിയോ ഇൻഷാ അല്ലാഹ് ഉണ്ടെങ്കിൽ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ഇതുവരെ എത്തി കഴിഞ്ഞോ എന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഓരോ ദിവസവും ഹത്തം ഓതുമ്പോൾ ഞങ്ങളെ മുന്നിൽ ഇതാക്കും കേട്ടോ. നിങ്ങൾ ഓരോ ദിവസം എങ്ങനെയെന്നുള്ളതാണല്ലോ നമ്മളെ വീഡിയോയിലുള്ള നമ്മളെ കണ്ടൻറ്റ് തന്നെ നമ്മളെ ജീവിതമാണല്ലോ. അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ബീഫും കറിയും പത്തിരി എടുത്ത് വെച്ച് ഞങ്ങൾ കഴിക്കാൻ തുടങ്ങിയിട്ടോ. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഞങ്ങളെ നോമ്പിൻ്റെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ അൽഹംദുലില്ലാ ഹൈറായിട്ട് ഫസ്റ്റത്തെ നോമ്പ് ഞങ്ങൾ നോറ്റ് വീട്ടി. ഇനി അടുത്ത നോമ്പിലേക്ക് കിടക്കാൻ അത്താഴം വെച്ച് കിടക്കാൻ പോവാട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക. മാക്സിമം എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ടാണ് നമ്മളെ വിജയം കേട്ടോ. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവരോടും ബായ്. അസ്സലാമു അലൈക്കും.